രാജ്യത്തുടനീളം സ്ഫോടനം നടത്താനാണ് ഈ ഭീകരർ പദ്ധതി ഇട്ടിരുന്നത്. അതിലൊരാൾ പൊട്ടിത്തെറിച്ചു പോയി, ബാക്കിയുള്ളവർ നമ്മുടെ ഇന്റലിജൻസ് വിങ്ങിന്റെ പിടിയിലുണ്ട്. പക്ഷേ അന്വേഷിച്ചു വരുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് തുർക്കിയിലാണ്. ഈ തുർക്കി കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മുടെ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സകല ഗൂഢാലോചനകളും നടന്നിട്ടുള്ളത്. ഇപ്പൊ പുറത്തു വരുന്ന ദൃശ്യങ്ങളിലൊക്കെ തുർക്കിയിലെ ഒരു സ്ഥലത്ത് ഈ ഉമർ നബി എന്ന് പറയുന്ന പൊട്ടിത്തെറിച്ചു പോയ ഭീകരൻ, ഈ ഭീകരൻ ചെല്ലുന്നതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, അവിടെ ഇരുന്നു കൊണ്ട് ഇവർ പദ്ധതി ഇട്ടിരുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയെ ആയിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടി വരുന്നുണ്ട്. എന്തായിരുന്നു ഇവരുടെ പദ്ധതി? എന്താണ് തുർക്കിയിൽ ഇവർ നടത്തിയ ഗൂഢാലോചന? ഇപ്പം നമ്മളുടെ ഈ ഡൽഹി സ്ഫോടനം, ഇതിനകത്ത് വൈറ്റ് കോളർ ടെററിസം എന്ന് വെച്ചാൽ ഇപ്പം ഇന്നും പിടിച്ചിട്ടുണ്ട് ഡോക്ടർമാർ. ഈ ഉമർ എന്ന് പറയുന്നവൻ്റെ കൂട്ടാളികളായിട്ടുള്ള 9 പേരെ പിടിച്ചതിന് ശേഷമാണ് ഉമർ ഈ ഉദ്യമത്തിന് തയ്യാറായത്. അത് ഒരു സ്ഫോടനമായിരുന്നു, പക്ഷെ അത് പ്ലാൻഡ് അല്ലായിരുന്നു. സ്ഫോടനത്തിന് വേണ്ടി തയ്യാറാക്കാൻ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോയപ്പോൾ പൊട്ടിത്തെറിച്ചതായിട്ടാണ് ഇപ്പോൾ വരുന്നത്. കാരണം നമ്മുടെ അന്വേഷണ ഏജൻസി ഇവനെ വളഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഇവൻ്റെ പിറകിലുണ്ടായിരുന്നു. അത് അവൻ വേണ്ട വിധത്തിൽ വേണ്ട സ്ഥലത്ത് എത്തിക്കാൻ പറ്റിയില്ല. അങ്ങനത്തെ അവൻ എത്തിച്ചതൊരു ബോംബിലേക്ക് ആയിരുന്നെങ്കിൽ വലിയ വലിപ്പത്തിൽ ആ സ്ഫോടനം ഉണ്ടായിരുന്നില്ല. അതായത് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന സംഭവം കൊണ്ടാണ് ഈ ഒരു ബ്ലാസ്റ്റ്. 2900 കിലോഗ്രാം ആണ് ഫരീദാബാദിൽ നിന്ന് നമ്മുടെ ഏജൻസികൾ പിടിച്ചെടുത്തത്. അപ്പൊ അത്രത്തോളം കാര്യങ്ങൾ ചേർത്ത് ഇവർ പലയിടങ്ങളിൽ സ്ഫോടനം നടത്തിയിരുന്നെങ്കിൽ. അതെ, അത് RDX ആണ് പിടിച്ചത്. RDX ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പിടിച്ചത്. അപ്പം ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഈവൻ ഈ ബോംബ് നിർമ്മാണത്തിന് വേണ്ടി കൊണ്ടുപോയ സ്ഫോടക വസ്തു, അതിനകത്ത് ഇപ്പോൾ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത് കാർബോംബ് സ്ഫോടനമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സീരിയൽ ആയിട്ടുള്ള, അതായത് ഒരേ സമയത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ, അതായത് UP-യിലെ, ഡൽഹിയിലെ, പിന്നെ RSS നാഗ്പൂരിലെ, മഹാരാഷ്ട്ര, ഇങ്ങനെ അതിനു വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. അതിനകത്ത് വാഹനങ്ങൾ വാങ്ങിയിരുന്നു. 3 വാഹനങ്ങൾ വരെ സ്പോട്ട് ചെയ്തു. 1 വാഹനം കിട്ടാനുണ്ട്. ആ രീതിയിലേക്ക് പോകുന്നു. അപ്പം പറഞ്ഞു വന്നത്, ഇതിൻ്റെ എല്ലാം പ്ലാനിങ്, ഇതിൻ്റെ ഹാൻഡിലിങ് തുർക്കിയിൽ നിന്നാണ് ഹാൻഡിലിങ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് പാകിസ്ഥാൻ, ഇതുവരെ വിചാരിച്ചിരുന്നത് ബംഗ്ലാദേശ്. അപ്പം അതിൻ്റെ എല്ലാം അപ്പുറം, നമ്മൾ ഉദ്ദേശിച്ച ഇവർക്കെല്ലാം അപ്പുറം ഇതിൻ്റെ പ്ലാനിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ ഇത്തരം തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി ഇവിടെ ഭീകരവാദികളെ വളരെ കൃത്യമായിട്ട് പ്രധാനമന്ത്രിയെ പോലെയുള്ള കക്ഷികളെയും തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളെയും പ്രധാനമന്ത്രിയുടെ വലിപ്പത്തിലുള്ള ആൾക്കാരെയും കൊല്ലുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു. അതിൻ്റെ തീരുമാനം, ഗൂഢാലോചന 2022 തുർക്കിയിൽ തുടങ്ങിയിരുന്നു, അല്ലെങ്കിൽ പദ്ധതിയിട്ടിരുന്നു. ഇപ്പം അതിനകത്തൊന്ന് ഷോപ്പിയാനിൽ നിന്ന് അറസ്റ്റ് ചെയ്ത മൗലവി ഇർദാൻ അഹമ്മദ്, അവനാണ് ഇവിടെ ആളുകളെ റിക്രൂട്ട് ചെയ്തിരുന്നത്. അതുപോലെ അസലഫാത്ത് സർവകലാശാലയിലെ ഇമാം ഹരീഷ് മുഹമ്മദിന്റെ വീട്ടിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ, അല്ലെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്ത്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് അന്വേഷണ ഏജൻസി പോയിരിക്കുകയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതാണ്ട് 50ഓളം പേരെ ചോദ്യം ചെയ്തതിനകത്തു നിന്ന് ഏതോ 4ഓ 5ഓ ഡോക്ടർമാർ, പ്രൊഫസർമാർ, സീനിയറായിട്ടുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ റെസിൻ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള വിഷം ഉൽപ്പാദിപ്പിക്കുന്നതിന് ലാബ് ഉപയോഗിച്ചിരുന്നു. ലാബിൽ ഈ പറയുന്നത് പോലെ സ്ഫോടക വസ്തുക്കൾ, RDX പോലുള്ള സ്ഫോടക വസ്തുക്കൾ കരുതിയിരുന്നു. അവിടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ, വനിതാ ഡോക്ടർ, ഈ പറയുന്ന ഭീകര സംഘടനയുടെ കൃത്യമായ കേരളത്തിലെ കമാൻഡർ, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ വലിപ്പത്തിലുള്ള ഒരു നേതാവാണെന്ന് ഇപ്പോൾ അന്വേഷണത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതൊരു വല്ലാത്ത, ആ സർവകലാശാലയ്ക്ക് ഇന്നലെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഫണ്ട് ചെയ്യുന്നത് വിദേശത്ത് നിന്നാണ്, വിദേശ ചില രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പം ഇതിനകത്ത് തുർക്കി ഹാൻഡിൽ ചെയ്യുന്നു ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി. പ്രധാനമന്ത്രിയെ, അല്ലെങ്കിൽ ഈ സീരിയസ് ഓപ്പറേഷൻ, ഈ മരിച്ചുപോയവൻ തുർക്കിയിൽ എത്തിച്ചേർന്നിരിക്കുന്നതിന് തെളിവുകൾ ലഭിക്കുന്നു. ഇവർ കൃത്യമായിട്ട് തുർക്കിയിൽ ഉള്ള ഹാൻഡിലുമായിട്ട് ബന്ധപ്പെടുന്നു. ആ ഹാൻഡിലിനെ ഇവിടുത്തെ അന്വേഷണ ഏജൻസി തിരിച്ചറിയുന്നു. അവൻ്റെ ചെല്ലപ്പേര്, അത് കോഡ് നെയിം എന്ന് പറയുന്നത് ഉഗാസ എന്നാണ്. ഉഗാസ എന്ന് പറഞ്ഞാൽ അറബിയിൽ ചിലന്തി എന്നാണ്. ഈ ചിലന്തിയാണ് അവിടെ നിന്നിട്ട് വേണ്ട വിധത്തിൽ പ്രധാനമന്ത്രിയെ കൈകാര്യം ചെയ്യുന്നതിനും, അല്ലെങ്കിൽ തന്ത്രപ്രധാനമായിട്ടുള്ള നവംബർ 25 തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലം സ്പോട്ട് ചെയ്തിരിക്കുന്നു. പ്രധാനമന്ത്രി എന്ത് കാരണവശാലും പങ്കെടുക്കും, യാതൊരു കാരണവശാലും പിന്മാറത്തില്ല. അയോധ്യയിൽ ഉണ്ടായത് ഒരു പ്രധാനപ്പെട്ട
ഫംഗ്ഷൻ, കാവിക്കുഴി ഉയർത്തുന്ന ഒരു ഫംഗ്ഷൻ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള അതിന് അദ്ദേഹം പങ്കെടുക്കും. ആ സമയത്ത് അവിടെ ബോംബ് ബ്ലാസ്റ്റ്, കാർ ബോംബ് ബ്ലാസ്റ്റിന് പദ്ധതി ഇട്ടിരുന്നു എന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം 3 കാറ് വാങ്ങിയതിനകത്ത് ഒരു ഫോർഡ് എസ്കോർട്ട് എന്ന് തോന്നുന്നു, ചുമന്ന കാർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനകത്ത് അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കാർ ഇപ്പം വെള്ള ഒരു വാഹനമാണോ, ബ്രീസയാണ് വാഹനം, 2 വാഹനം കണ്ടെത്തിയിട്ടുണ്ട്. 3ാമത്തെ വാഹനം കണ്ടെത്തിയിട്ടില്ല. ഈ 3ാമത്തെ വാഹനം ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഡോക്ടർമാരെ കൂടുതലായിട്ട് ഇന്നും അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ കക്ഷികളെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മൗലവിമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ജമ്മു കാശ്മീരിൽ വളരെ വലിയ വലുപ്പത്തിൽ റെയ്ഡുകൾ നടക്കുന്നു. ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരെ അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളെയൊക്കെ ലക്ഷ്യം വെച്ച് വലിയ ഡീപ്പായിട്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലേക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ആൾക്കാരാണല്ലോ ഈ പദ്ധതിയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. ഇതിന്റെ വലിപ്പം ഇപ്പം മനസ്സിലായില്ലേ. ഇവിടെ ചില പിന്തിരിപ്പന്മാർ മോദി പ്രധാനമന്ത്രിയാണല്ലോ, എന്താണ് തടയാഞ്ഞത്, നിങ്ങൾ നേരത്തെ തടയുമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ തടഞ്ഞതിന്റെ ഭാഗമായിട്ടാണല്ലോ സംഭവിക്കാൻ അല്ലെങ്കിൽ സംഭവിപ്പിക്കാൻ വെച്ചിരുന്ന സംഭവങ്ങൾ വെളിയിൽ വന്നതും അതൊക്കെ പദ്ധതികളൊക്കെ പൊളിഞ്ഞതും. എത്ര വലിയ വലിപ്പത്തിലാണെന്നറിയോ പദ്ധതി ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. സാറൊന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ 1 മാസത്തിനിടെ 8ഓളം ഭീകരാക്രമണങ്ങൾ തടഞ്ഞിട്ടുണ്ട്. കൂടാതെ അപ്പോൾ ഒരു 10 വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള വിഘടനവാദ പ്രവർത്തനങ്ങളെ എല്ലാം നമ്മുടെ ഇന്റലിജൻസ് വിങ് തടഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും എല്ലാ അറിവും ഉണ്ടായിട്ട് ഈ 2006 അതായത് മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ലഭിച്ചിട്ടും ഒന്നും തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇപ്പോൾ ഇവര് കുത്തിപ്പൊക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പണ്ട് പ്രധാനമന്ത്രി മോദി അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സൈന്യം നിങ്ങളുടെ കയ്യിലല്ലേ, എന്തുകൊണ്ട് ഭീകരവാദ പ്രവർത്തനത്തെ തടയാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. ഈ ചോദ്യം ഉയർത്തുന്നത് മോദിക്ക് എതിരെയുള്ള ഒരു ആയുധമായിട്ടാണ്. പക്ഷെ ഇത്രയും ഭീകരാക്രമണ പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് തടഞ്ഞു നിർത്തി അദ്ദേഹത്തിനെതിരെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പൊ തന്നെ നമ്മുടെ രാജ്യത്തുള്ള വിമതർ ആരാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. വ്യക്തമായി രാജ്യത്തിനകത്ത് നിൽക്കുന്ന 2.5 ശത്രുക്കൾ എന്ന് പറഞ്ഞ 0.5, അതായത് രാജ്യത്തിനകത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന നമ്മളോട് ദേശസ്നേഹമില്ലാത്ത രാജ്യവിരുദ്ധർ അവരാണല്ലോ. ഇതിന്റെ എല്ലാം കീഴിൽ കമന്റ് വരും, മോദിയാ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് വരും. അപ്പം മോദിയാണോ കുഴപ്പം, ഇത് രാജ്യത്തിനകത്ത് നിൽക്കുന്ന ഈ പറയുന്നവന്മാരെ പോലെയുള്ളവന്മാരാണോ കുഴപ്പം? ഉമാരാണല്ലോ ഇത് ആഗ്രഹിക്കുന്നത്. ഇത് കഴിയുമ്പോൾ ആഹ്ലാദിക്കുന്നത്, ഇന്ത്യക്കാരെ കൊല്ലുമ്പോൾ ആർമാദിക്കുന്നത്, അത്തരത്തിലുള്ളവന്മാരുണ്ട്. അതാണ് 0.5 ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയും. അതിന്റെ പ്രൊമോഷൻസ് അത് ആഭ്യന്തര ശത്രുക്കൾ. അതിന്റെ പ്രൊമോട്ടർമാരായിട്ടുള്ള മാധ്യമങ്ങളുണ്ട്, ചില പ്രതിപക്ഷ കക്ഷികളുണ്ട്, ഈ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഇരിക്കുന്നവരുണ്ട്. ഈ കഴിഞ്ഞ ദിവസത്തെ സ്ഫോടനത്തിന് ശേഷം കോൺഗ്രസ് നേതാക്കന്മാരിൽ എടുത്തു പറയുന്നത്, നേതാക്കന്മാർ ഉൾപ്പെടെ പലരുടെയും ആഹ്ലാദവും അല്ലെങ്കിൽ ട്വീറ്റുകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിന് പ്രധാനമായിട്ടുള്ള സോഴ്സ്, ഇതിനെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഈ ആഭ്യന്തര ശത്രുക്കളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ശത്രു രാജ്യങ്ങളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇപ്പം നിയന്ത്രിച്ചിരിക്കുന്നത് തുർക്കിയിൽ നിന്നാണ് ഓപ്പറേഷൻ. ഇതിനകത്ത് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്ന അയോധ്യ ഓപ്പറേഷൻ തന്നെയാണ്. അപ്പം അയോധ്യ ഓപ്പറേഷന് വാങ്ങിച്ചിരുന്ന കാർ 3 എണ്ണമാണെന്നാണ് പറയുന്നത്, 4 ഓപ്പറേഷൻ ഒരുപോലെ നടത്തുന്നതിന്. അതിനകത്ത് 3ാമത്തെ കാർ ഇപ്പോഴും ഒളിവിലാണ്. ആ കാർ ബ്രീസയാണെന്നുള്ള രീതിയിലേക്കുള്ള ഒരു അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അത് ആരുടെ പേരിലാണെന്നോ ഒന്നും അറിയില്ല. ആ കാർ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടോ? ഈ പറയുന്ന ഉഗാസ എന്ന് പറയുന്ന കോഡ് നെയിം അല്ലെങ്കിൽ ഹാൻഡ്ലർ തുർക്കിയിൽ നിന്നുള്ളത്, പ്രധാനമന്ത്രിയെ ലക്ഷ്യം വെച്ചിട്ട് ആ കാർ എവിടെയെങ്കിലും തയ്യാറെടുക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു രീതി വരും. ഒരുപക്ഷെ പ്രധാനമന്ത്രിയെ ഉന്നം വെച്ചിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവരുടെ ലക്ഷ്യങ്ങൾ ഇന്ന സ്ഥലങ്ങളാണ് എന്നതുകൊണ്ടുകൊണ്ട് അവിടുത്തെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഇത് വേറെ എവിടെയെങ്കിലും വെച്ച് വേറെ എവിടത്തേക്കെങ്കിലും ഉപയോഗിക്കാമല്ലോ. അപ്പൊ അത് അന്വേഷണ ഏജൻസി വളരെ ധൃതി പിടിച്ച് അതിന്റെ പിറകെയുണ്ട്. അത് കണ്ടെത്തിയാൽ മാത്രമേ അന്വേഷണ ഏജൻസിക്ക് ഈ ഒരു കാര്യം കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റും. ഇപ്പൊ തന്നെ സ്ഫോടനം നടന്നപ്പോൾ ഇന്ത്യ പ്രധാനമന്ത്രിയുടെ കയ്യിലെ സൈന്യമെന്ന് ചോദിക്കുമ്പോൾ യുവമാർ പറയാത്തതും ഈ മാധ്യമങ്ങൾ വാതുറക്കാത്തതുമായിട്ട് സംഭവമുണ്ട്. ഇപ്പം പ്രജിത പറഞ്ഞു ദീപാവലി സമയത്ത് അല്ലെങ്കിൽ ഇന്ന സമയത്ത് കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് ഒക്കെ പദ്ധതി ഇട്ടിരുന്നതൊക്കെ അന്വേഷണ ഏജൻസി പൊളിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ദീപാവലി സമയത്ത് യുവമാർ പദ്ധതി ഇട്ടിരുന്നു, അത് പൊളിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 219ഓളം സ്ഫോടന പരമ്പരകൾ ദീപാവലി സമയത്ത് സൈന്യം കാശ്മീരിൽ നിന്ന് കണ്ടെത്തി നിർവീര്യമാക്കി. അതിനകത്ത് ഒരെണ്ണം പൊട്ടിയ യുവമാർ പറഞ്ഞതിന് കുഴപ്പമാണ്. പക്ഷെ 219 എണ്ണം നിർവീര്യമാക്കിയ വിവരം
സൈന്യത്തിനെ പ്രകൃതിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും കണ്ടില്ല, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പം ഇതുപോലെയുള്ള നിരന്തരം ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം, ഇന്റലിജൻസ് സംവിധാനം ഒക്കെ അതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവൻ ഡൽഹിയിൽ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് അവന്റെ കൂടെ ഉണ്ടായിരുന്ന 9 ഡോക്ടർമാരെ പിടിച്ചതും വനിതാ ഡോക്ടറെ പിടിച്ചതും 2500 കിലോയോളം RDX പിടിച്ചതും തോക്കും തിരകളും ഒക്കെ പിടിച്ചതും. അപ്പം ഇവൻ അതിന്റെ ഭാഗമായിട്ട് അടുത്ത തെന്നിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ജോലി ചെയ്ത് തീർക്കും. അവന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇത് പൊട്ടിത്തെറിച്ചിട്ട് പോയാൽ മതിയല്ലോ, വേറെ ജോലിയൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പൊ പൊട്ടിത്തെറിക്കുന്നത് പ്രോപ്പറായിട്ട് അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ പിടിക്കുന്നതിന് മുമ്പ് ഏറ്റവും വലിപ്പത്തിൽ ചെയ്യുന്നതിന് വേണ്ടി അവനത് ബോംബാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു, അത് പരാജയപ്പെട്ടു. അപ്പം ഇത്രയും അത്യാഘാതം സംഭവിച്ചു, അത് ചെറുതായിട്ട് കാണണ്ട. പക്ഷെ അവൻ സംഭവിപ്പിക്കാൻ ഇരുന്ന അത്യാഘാതം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ രാമക്ഷേത്രം ലക്ഷ്യം വെച്ചിരുന്നു, പ്രധാനമന്ത്രിയെ ലക്ഷ്യം വെച്ചിരുന്നു, RSS കാര്യാലയം ലക്ഷ്യം വെച്ചിരുന്നു, ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഈ പറയുന്ന റെഡ് ഫോർട്ട് പോലെയുള്ള സ്ഥലങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നു, പാർലമെന്റ് മന്ദിരം ലക്ഷ്യം വെച്ചിരുന്നു. അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് വെളിയിൽ വരുന്നത്. അപ്പം അതൊന്നും, ഈ വിവരങ്ങൾ ഒന്നും ഇവിടുത്തെ കുറ്റപ്പെടുത്തുന്നവർക്ക്, അല്ലെങ്കിൽ ഈ സ്ഫോടനം ആഗ്രഹിക്കുന്നവരുണ്ട്, ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയും. രാജ്യങ്ങളെ നമുക്ക് മനസ്സിലാവും. തുർക്കി നമ്മുടെ ശത്രുവാ, അതുകൊണ്ടാവും അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പാകിസ്ഥാൻ നമ്മുടെ ശത്രുവാ, അവിടെ കൊണ്ട് അതിന് ഓപ്പറേറ്റ് ചെയ്യും. അഗ്ലാസ്. പക്ഷേ അവന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഇവിടുത്തെ ആഭ്യന്തര ശത്രുക്കൾ, ഇവനെയാണ് നമുക്ക് കണ്ടെത്താൻ പാട്. ഇവനെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് വരണമെങ്കിൽ പാട്. മറ്റവർക്ക് നേരിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഇത് ആരാണെന്ന് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഇപ്പൊ കഴിഞ്ഞ അതിനകത്ത് ഇപ്പം പിടിച്ചിരിക്കുന്ന മൗലവി ഉണ്ടല്ലോ, അവൻ പുൽഗാമ ആക്രമണത്തിൽ അവനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചാണ്. നിങ്ങൾക്കറിയാവോ? പുൽഗാമ ആക്രമണത്തിൽ ഇവനെ സംശയം ഉണ്ടായിരുന്നു, ചോദ്യം ചെയ്ത് വിട്ടയച്ചാണ്. പക്ഷെ അന്ന് തൊട്ട് അവൻ്റെ കൂടെ അന്വേഷണ ഏജൻസി ഉണ്ടായിരുന്നു. അവൻ വിചാരിച്ച് അവരെ ഞാൻ പറ്റിച്ചേ അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു. വേണ്ട തെളിവ് കിട്ടില്ല, കൊച്ചേട്ടൻ പൊക്കോളാൻ പറഞ്ഞു. തെളിവുകൾ കിട്ടിയോ കിട്ടിയില്ലോ എന്നുള്ള കാര്യം അറിയത്തില്ല. എന്നാലും അവനെ അന്ന് തൊട്ടായി നമ്മൾ പറയത്തില്ലേ, റഡാറി വെച്ചുകൊണ്ട് ഇവൻ എങ്ങോട്ടൊക്കെയാ പോണെന്ന് അറിയണമല്ലോ. മനപ്പുറം തന്നെയായിരിക്കും. പക്ഷെ ഇപ്പൊ അവനെ പിടിച്ചിട്ടുണ്ട്. അവനെയാണ് ഇപ്പൊ പിടിച്ചിരിക്കുന്നത്. നേരത്തെ ജമ്മു കാശ്മീരിൽ നിന്നും അവിടുത്തെ അദ്ദേഹം നമ്മുടെ ഗവർണർ പുറത്താക്കിയ ഒരു ഡോക്ടറുണ്ട്, അവനെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവനെല്ലാം റഡാറിലാണ്. നേരത്തെ ഒരു UP പണ്ടൊരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഇപ്പോഴും ശുദ്ധനാണ്. പൂമ്പാറ്റയെ ഉമ്മ കൊടുക്കുന്നവനാണ്, പൂമ്പാറ്റയുടെ പ്യൂപ്പ വെളി വരുത്തുന്നവനാണ്, പ്രകൃതിയെ കാണുമ്പോൾ ചിരിക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ അതിനെ എഴുതുന്നവനുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട മീഡിയ പോലെയുള്ളവന്മാര്, ഇതിന്റെ ഒരുക്കങ്ങൾ നടത്തുന്നവന്മാര്. ഈ പൂമ്പാറ്റയെ കാണുമ്പം ചിരിക്കുന്നവനും പ്രകൃതിയെ കാണുമ്പോൾ ചിരിക്കുന്നവനും ഒക്കെ ഇന്ത്യക്കാരനെ കാണുമ്പോൾ വെടിവെച്ച് കൊല്ലുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ത്യക്കാരന് വിഷം കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരെ നമുക്ക് പൂമ്പാറ്റയായിട്ടും അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയായിട്ടൊന്നും കാണാൻ താല്പര്യമില്ല. ഏതായാലും ചിലന്തിയെ ഇറക്കി, ആ ചിലന്തി അല്ലെങ്കിൽ ചിലന്തിയെ ഉപയോഗിച്ച് പ്രധാനമന്ത്രിയെ വധിക്കുന്നതിന് വേണ്ടി തുർക്കി ശ്രമിച്ചിരുന്നു എന്നാണ് ഇപ്പം വരുന്ന റിപ്പോർട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.